ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പുതിയൊരു ലൂട്ടല്ല പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഏകദേശം 2 മാസം മുമ്പ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൈവ് പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് ഏകദേശം ഒരു 600 രൂപയോളം ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് മുഖേന. അതുപോലെ തന്നെ ഇപ്പോൾ ലൈവായിട്ട് ഞാൻ 100 രൂപ നിങ്ങൾക്ക് വിഡ്രോ കൂടി അടിച്ച് കാണിച്ചു തരാം. അതായത് അതിലെങ്ങനെ വിഡ്രോ അടിക്കുന്നത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് വിഡ്രോ അടിക്കാമെന്ന് കൂടി കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഇതിലെ സ്കോർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ സ്കോർ നിങ്ങൾ നോക്കണ്ട. ഇതിലിപ്പോൾ ഏകദേശം 103 രൂപയുണ്ട് എനിക്ക്. അതായത് 100 രൂപ എനിക്കിപ്പോൾ വിഡ്രോ അടിക്കാം. അതായത് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് വിഡ്രോയിൽ വരുന്നത് ഫസ്റ്റ് 15 രൂപ, പിന്നെ 25, പിന്നെ 50, 2 വട്ടമായിട്ട് 50 ഉണ്ട്. പിന്നെ അങ്ങോട്ട് മൊത്തം 100 രൂപയാണ് നമ്മൾ വിഡ്രോ അടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ 693 രൂപ ഞാനിവിടെ ഏൺ ചെയ്തിട്ടുണ്ട്. അതിൽ റെഡീംഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 590 രൂപ ഞാൻ വിഡ്രോ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകം കാണാൻ സാധിക്കും 100, 100, 100, 50, 50, 50, 25, 25 എന്ന് പറഞ്ഞിട്ട് 15 എന്ന് പറഞ്ഞിട്ട് ഞാൻ വിഡ്രോ എടുത്ത് കാണാൻ സാധിക്കും. ഇതൊക്കെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലി സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇതിൻ്റെ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇപ്പോൾ കാണാൻ പറ്റും ഒരു സ്റ്റാറ്റസിന് എനിക്ക് 23 രൂപ, 12 രൂപ, 4 രൂപ, 10 രൂപ, 1 രൂപ. 1 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് 20 രൂപ, 12 രൂപ കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് വീഡിയോ, ഫുൾ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വിഡ്രോ അടിക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. വിഡ്രോ അടിക്കാൻ വേണ്ടി സിമ്പിളാണ്. റെഡീം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ലൊക്കേഷൻ ഓണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ലൊക്കേഷൻ ഒന്ന് ഓൺ ആയി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതായത് നിങ്ങളുടെ വാട്സപ്പിലോട്ട് അപ്രൂവ് ആയതിനു ശേഷം ലിങ്ക് അയക്കുമെന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ SMS-ലോ ആയിട്ട് ഒരു ലിങ്ക് വരും. റെഡീം, അതായത് നമുക്ക് ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റാസർ പേ ഗേറ്റ്വേയുടെ ഒഫീഷ്യലായിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരും. ഓക്കെ, അതിലൊരു ലിങ്ക് ഉണ്ടാവും. അതായത് നമ്മുടെ യൂണിസോൺ എന്ന് പറയുന്ന ഈ ഒരു ഇവരുടെ കമ്പനി തന്നെയാണ് അയക്കുന്നത്. യൂണിസോൺ ബൈ കഥ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. വാട്സപ്പിലോട്ടാണ് മെസ്സേജ് വരിക. SMS-ഉം വരും. അതിലൊരു ലിങ്ക് ഉണ്ടാവും റാസർ പേയുടെ. ആ ഒരു ലിങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്നത് റാസർ പേയുടെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനുള്ള ആ ഒരു പേജിലോട്ടായിരിക്കും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കാണാൻ പറ്റും. കണ്ടിന്യൂ വെരിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ടും OTP വരും, ഇമെയിലിലോട്ടും OTP വരും. രണ്ടും സെയിം OTP ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒന്നിൽ നോക്കിയിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാനിവിടെ കറക്റ്റായിട്ട് ഇവിടെ തെറ്റാതെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റും ഞാൻ ആ ഒരു OTP കറക്റ്റായിട്ട് തന്നെ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടണോ അല്ലെങ്കിൽ കീബോർഡിൽ ഗോയോ കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ താഴെയായിട്ട് സബ്മിറ്റ് OTP എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ആ ഒരു സബ്മിറ്റ് OTP നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ IFSC കോഡും അടിച്ചു കൊടുക്കുക. ഇത് രണ്ടും അടിച്ചു കൊടുത്തെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ആർക്കും പൈസ എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടും IFSC കോഡും യൂസ് ചെയ്തോട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ മാത്രമേ ഈ അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊണ്ട് പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ ബാങ്കിൽ ആ ഒരു എമൗണ്ട് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വിഡ്രോ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം സ്പോട്ടിൽ തന്നെ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്. എൻ്റെ SBI അക്കൗണ്ടാണ്. SBIയുടെ ആപ്ലിക്കേഷൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്, 100 രൂപ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മാക്സിമം അതിനുള്ളിലായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ഫുൾ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് കാണുക.